ഹായ് ക്രിയേറ്റേഴ്സ്, ഇനി ഞാൻ ഈ പറയുന്ന പരാതി നിങ്ങൾ യൂട്യൂബിൽ ഇനി പറയരുത്. കാരണം യൂട്യൂബിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം നിങ്ങളുടെ ആ ഒരു പരാതി യൂട്യൂബ് അങ്ങ് സോൾവ് ചെയ്യാണ്. അതായത് മിക്ക ക്രിയേറ്റേഴ്സും പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ ഷോർട്സിന് റീച്ചില്ല, ലോങ് വീഡിയോക്ക് റീച്ചില്ല, ഞങ്ങൾക്ക് വ്യൂസ് കിട്ടുന്നില്ല, സബ് കിട്ടുന്നില്ല, വാച്ച് ടൈം കിട്ടുന്നില്ല, ഇങ്ങനെയുള്ള ഒരുപാട് പരാതി പറയാറുണ്ട്. അങ്ങനെ പരാതി പറയുന്നവർക്കുള്ള സൊല്യൂഷനാണ് യൂട്യൂബ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. മറ്റൊരു ചാനലുമായിട്ട് കൊളാബ് ചെയ്യാമെന്നുള്ളത്. നമ്മുടെ ഒരു വീഡിയോ മറ്റൊരു ചാനലുമായിട്ട് കൊളാബ് ചെയ്യാം. ഒരു വീഡിയോക്ക് 5 ചാനലുമായിട്ട് കൊളാബ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് റീച്ചില്ല, നമുക്ക് സബ്സ്ക്രൈബ് കുറവാണ്, നമ്മൾ ചാനലിൽ പുതിയതായിട്ട് തുടങ്ങിയ ഒരാളാണ്, അല്ലെങ്കിൽ തുടങ്ങിയിട്ടും നമുക്ക് റീച്ചില്ല, അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റൊരു ചാനലുമായിട്ട് കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വ്യൂസിൻ്റെ ഈ പറയുന്ന എല്ലാ പ്രോബ്ലം നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വരുന്നു എന്ന് പറഞ്ഞ് തൊട്ട് മുമ്പേയുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചാണ്. ഒരുപാട് പേര് ഇപ്പോൾ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീഡിയോയിലൊക്കെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഇൻവൈറ്റ് എ കൊളാബറേറ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു A to Z കാര്യങ്ങളൊന്ന് വളരെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നതും അത് തന്നെയാണ്. എങ്ങനെ നമുക്ക് നമ്മുടെ ഒരു വീഡിയോ കൊളാബറേറ്റ് ചെയ്യാം, മറ്റൊരു ചാനലുമായിട്ട് എങ്ങനെ കൊളാബ് ചെയ്യാമെന്നുള്ളതിൻ്റെ ലൈവ്, അതായത് ഞാൻ എൻ്റെ ചാനലിലൊരു വീഡിയോ മറ്റൊരു ചാനലുമായിട്ട് കൊളാബ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്ങനെ കൊളാബ് ചെയ്യാം, നമ്മുടെ വീഡിയോ എങ്ങനെ കൊളാബ് ചെയ്യാം എന്നുള്ളതും കാണിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ആരെങ്കിലും കൊളാബ് റിക്വസ്റ്റ് തന്നാൽ എന്താണ് ചെയ്യേണ്ടത്, ഈ 2 കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം കൊളാബ് ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ള ചാനൽ കൊളാബ് ചെയ്യും, അതുപോലെ മറ്റുള്ളവർ നമ്മുടെ ചാനലും കൊളാബ് ചെയ്യുമല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇത് 2 ഉണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് നിങ്ങൾ കണ്ടിട്ട് വേണം ഇനി യൂട്യൂബിൽ വീഡിയോസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് യൂട്യൂബിൻ്റെ ലേറ്റസ്റ്റ് ഫീച്ചറായിട്ടുള്ള കൊളാബ് ഓപ്ഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ യൂട്യൂബിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ ഷോർട്സ് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും ഒരേ രീതിയിൽ തന്നെയാണ് ഈ ഒരു കൊളാബ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. ഇപ്പോൾ കൂടുതൽ എഫക്റ്റും കാര്യങ്ങളൊന്നും ഞാൻ കൊടുക്കുന്നില്ല, കാരണം ഇവിടെ നമുക്ക് ഇൻവൈറ്റ് എ കൊളാബറേറ്റർ എന്നുള്ള ഓപ്ഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യാമെന്നുള്ളതൊക്കെ മറ്റൊരു വിഷയമാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ഓപ്ഷൻസുകളൊന്നും കൊടുക്കാതെ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് മുന്നോട്ട് പോകുന്നു. ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ ഇതൊക്കെ കൊടുക്കണം. അതിൻ്റെ താഴെ നമുക്ക് കാണാം റിലേറ്റഡ് വീഡിയോ എന്നതിൻ്റെ താഴെ ടാഗ് പ്രൊഡക്റ്റ്. അത് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻവൈറ്റ് എ കൊളാബറേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ പുതിയത് കാണാം. ന്യൂ എന്ന് പറഞ്ഞിട്ട് തന്നെ യൂട്യൂബിലെ പുതിയൊരു ഓപ്ഷനാണ്, ന്യൂ എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ രീതിയിൽ കാണാം, ഇൻവൈറ്റ് എ കൊളാബറേറ്റർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസുകൾ നൽകിയിട്ടുണ്ട്. ആദ്യം നമുക്ക് കാണാൻ കഴിയുന്നത് സെർച്ച് ഫോർ എ ചാനൽ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഏത് ചാനലുമായിട്ട് കൊളാബ് ചെയ്യണം അത് നമ്മൾ ഇവിടെയാണ് സെർച്ച് ചെയ്യേണ്ടത്. അതിന് താഴെ യു ആർ ഇൻ കൺട്രോൾ, ഓൺലി യു ക്യാൻ മേക്ക് ചേഞ്ചസ് ടു ദ വീഡിയോ. അതായത് ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മളാണ്. അപ്പോൾ നമുക്കാണ് ഈ വീഡിയോൻ്റെ ഫുൾ കൺട്രോളുകൾ. ഈ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് കൊളാബ് ചെയ്തു എന്നതുകൊണ്ട് അവർക്ക് സാധ്യമല്ല. അതിൻ്റെ ഫുൾ കൺട്രോൾ നമുക്കാണെന്നാണ് ഇവിടെ പറയുന്നത്. എക്സ്പാൻഡഡ് റീച്ച് എന്ന് പറയുന്നുണ്ട്. വി വിൽ ഹെൽപ്പ് യുവർ വീഡിയോ റീച്ച് യുവർ കൊളാബറേറ്റേഴ്സ് ഓഡിയൻസ്. ഇതാണ് ഈ ഒരു കൊളാബ് കൊണ്ടുള്ള ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് അപ്ലോഡ് ചെയ്യുന്ന ആൾക്ക്. കാരണം അവരുടെ നമ്മൾ ആരുമായിട്ടാണോ കൊളാബ് ചെയ്യുന്നത് അവരുടെ ഓഡിയൻസിലേക്ക് നമ്മുടെ വീഡിയോ റീച്ച് ആകുന്നതാണ്. അപ്പൊ നമ്മുടെ ചാനലിലെ ഓഡിയൻസിലേക്ക് മാത്രമല്ല, നമ്മൾ ആരിലേക്കൊക്കെ കൊളാബ് ചെയ്യുന്നു അവരിലേക്കൊക്കെ വീഡിയോ റീച്ച് ആവും. അടുത്ത ഓപ്ഷൻ നമുക്ക് കാണാം ഫുൾ ഓണർഷിപ്പ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഇതിന്റെ ഫുൾ റവന്യൂ, ഈ വീഡിയോയിൽ നമുക്ക് കിട്ടുന്ന ഫുൾ റവന്യൂ, ഫുൾ വ്യൂസ്, വാച്ച് ടൈം എല്ലാം നമുക്കാണ്. അതിന്റെ ഫുൾ ഓണർഷിപ്പ് നമുക്കാണ്. നമുക്ക് റവന്യൂ ഷെയർ ആകുന്നില്ല. വ്യൂസ് അവരുടെ ഓഡിയൻസിലൂടെയാണ് നമുക്ക് കൂടുതൽ വ്യൂസ് വന്നതുകൊണ്ട് നമ്മുടെ വ്യൂസോ വാച്ച് ടൈമോ സ്പ്ലിറ്റ് ആകുന്നില്ല, ഷെയർ ആകുന്നില്ല. റവന്യൂ, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എല്ലാം നമുക്ക് മാത്രമാണ്. ഫുൾ ഓണർഷിപ്പ് നമുക്കാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് സെർച്ച് ഫോർ എ ചാനൽ എന്നുള്ള ഭാഗത്ത് നമുക്ക് ഈ ഒരു വീഡിയോ, എൻ്റെ ഈ ഒരു ഷോർട്സ് വീഡിയോ നമുക്ക് ഒരു ചാനലുമായിട്ട് കൊളാബ് ചെയ്യണം. അപ്പൊ ഞാനിവിടെ എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരു ചാനൽ, ഇപ്പൊ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ജിൻഷ ഷമീം, അപ്പൊ ആ ഒരു ചാനൽ ഞാനിവിടെ സെർച്ച് ചെയ്യുന്നു. സോറി, ജിൻഷ ഷമി അല്ല, ജിനീസ് കിച്ചൺ എന്ന് ഞാനിവിടെ സെർച്ച് ചെയ്യാണ്.
അപ്പോൾ ജിനീസ് കിച്ചൺ എന്ന് സെർച്ച് ചെയ്തപ്പോൾ ആ ഒരു സ്പെല്ലിങ്ങുമായിട്ട് ഒരുപാട് ചാനൽ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ എൻ്റെ ചാനൽ സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇൻവൈറ്റ് എ കൊളാബറേറ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ഉറപ്പ് വരുത്തുക നമ്മൾ ഉദ്ദേശിച്ച ചാനൽ ഇത് തന്നെയല്ലേ, യൂട്യൂബ് ഹാൻഡിൽ അവരുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഉറപ്പ് വരുത്തുക. അപ്പോൾ ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച ചാനൽ ഇതാണ്. അപ്പോൾ അതിൻ്റെ താഴെ നമുക്ക് കാണാം യുവർ കൊളാബറേറ്റേഴ്സ് ക്യാൻ വ്യൂ വീഡിയോ ഡീറ്റെയിൽസ്. അപ്പോൾ വീഡിയോ ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് കാണാൻ പറ്റും, വീഡിയോ എങ്ങനെയുള്ളതാണ് എന്താണെന്നുള്ളത്. കാരണം അവരത് അറിഞ്ഞാൽ ഏത് തരം വീഡിയോ ആണ് അതിന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള ഡിസിഷൻ അവർക്ക് എടുക്കാം. അപ്പോൾ അതൊക്കെ അവർക്ക് കാണാം. പക്ഷെ അതിന് താഴെ അലോ അനലിറ്റിക്സ് വ്യൂയിങ്, അതായത് എത്ര പേര് കണ്ടു, കൂടുതൽ അനലിറ്റിക്സ് അവർക്ക് കാണണോ വേണ്ടോ എന്നുള്ള ഒരു ടിക്കാണ്. ഇത് നമുക്ക് ടിക്കറ്റ് കൊടുക്കാം കൊടുക്കാതിരിക്കാം. പക്ഷെ ഇത് ടിക്കറ്റ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഇതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ കാര്യങ്ങളൊന്നും യൂട്യൂബ് ഇവരുമായിട്ട് ഷെയർ ചെയ്യുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റ് കൊടുക്കാം കൊടുക്കാതിരിക്കാം, നിങ്ങളുടെ ഏറ്റവും വലിയ സംഭവമായിട്ടുള്ള റവന്യൂ ഷെയർ ആക്കുന്നതല്ല. അതിനുശേഷം നമുക്ക് ക്രിയേറ്റ് ലിങ്ക് എന്നുള്ള ഓപ്ഷൻ കാണാം. ഈ ഒരു ക്രിയേറ്റ് ലിങ്ക് എന്നുള്ള ഓപ്ഷനിലാണ് പിന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം. അപ്പം നമുക്കൊരു ലിങ്ക് അവിടെ ക്രിയേറ്റ് ആകുന്നുണ്ട്, അത് നമുക്ക് അവിടെ കോപ്പി ചെയ്യാം. ഈ ഒരു ഭാഗത്ത് ഒരു കോപ്പി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലിങ്ക് കോപ്പി ചെയ്യാൻ പറ്റും. അതുപോലെ തൊട്ട് താഴെ ഷെയർ എന്ന് കാണാം. ഇപ്പം ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ജിനീസ് കിച്ചൺ എന്നുള്ള ആളുകളിനെ നമുക്ക് പേഴ്സണലി അയച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ വാട്സപ്പിൽ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക്. അപ്പോൾ ഇത് അവർ ക്ലിക്ക് ചെയ്ത് അക്സെപ്റ്റ് ചെയ്താലാണ് നമ്മുടെ കൊളാബ് അപ്രൂവ്ഡ് ആവുകയുള്ളൂ. അപ്പം ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ കൊളാബ് ചെയ്യാനുള്ള ചാനൽ ഇപ്പം ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. ഇനി നമുക്ക് ഒരു ചാനൽ മാത്രമല്ല കൊളാബ് ചെയ്യാൻ പറ്റുക, അതേ വീഡിയോ എടുത്തിട്ട് നമ്മൾ വീണ്ടും ഇൻവൈറ്റ് എ കൊളാബറേറ്റർ എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണ്, രണ്ടാമതൊരു ചാനൽ കൂടി. അങ്ങനെ നമുക്ക് 5 ചാനൽ വരെ നമുക്ക് കൊളാബ് ചെയ്യാം. അപ്പോൾ നമ്മളെക്കാൾ സബ്സ്ക്രൈബേഴ്സ് കൂടുതലോ കുറവുള്ളതോ അതൊന്നും വിഷയമല്ല. 0 സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്ക് വരെ ഈ ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ വീൻ മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ സെർച്ച് ചെയ്തു. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ചാനൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതും ഞാൻ ഇതുപോലെ ഒരു ക്രിയേറ്റ് ലിങ്ക് കൊടുക്കുകയാണ്. അതും ഞാൻ അവർക്ക് അയച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പം നമ്മളിവിടെ ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്യാം, കോപ്പി ചെയ്യാം. അത് ഏത് രീതിയിലും നമുക്ക് അയച്ചു കൊടുക്കാം, വാട്സപ്പിലോ ഫേസ്ബുക്കിലോ എങ്ങനെയായാലും. ഇനി ഞാൻ മറ്റൊരു ചാനലിൽ നമുക്ക് സബ്സ്ക്രൈബർ ബെസ്റ്റ് വിങ്സ് ബൈ ആമി, അത് ഞാൻ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് അതുപോലെ അടുത്തൊരു ചാനൽ വീണ്ടും നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ 4 ചാനലാണ്. ഇനി 5ാമതൊരു ചാനൽ കൂടി ഞാനിവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്, തെസ്ലി മീഡിയ എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ചാനൽ ഞാനിവിടെ ലാസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇതൊരു പിന്ന് ചെയ്തു വെക്കാം ഇവരുടെ ചാനൽ. നിങ്ങളെല്ലാവരും ഒന്ന് അവരെ സപ്പോർട്ട് ചെയ്യണം. കാരണം ഒരുപാട് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അവർ ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആദ്യത്തെ ചാനൽ നിർഭാഗ്യവശാൽ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു ചാനൽ കയറി നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവർ ചാനൽ ഇഷ്ടമാവും. നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അവർ ഒരുപാട് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് പിന്ന് ചെയ്ത് വെക്കാം കമൻറ്റ് സെക്ഷനിൽ. നിങ്ങളൊന്ന് കയറി അവരൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാൻ എന്തായാലും അവരെയും കൊളാബ് ചെയ്തിട്ടുണ്ട്. തെസ്ലി മീഡിയ ഞാൻ പിന്ന് ചെയ്യാൻ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പം 5 ചാനൽ വരെ ഞാനിവിടെ കൊളാബ് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഈ അപ്ലോഡ് ആയ ശേഷം മാത്രമേ ആ ലിങ്ക് വർക്ക് ആവുള്ളൂ കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. അപ്ലോഡ് ചെയ്ത ശേഷം അത് നമ്മളെ വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞാലേ അവർക്ക് അവിടെ അല്ല നമ്മൾ അയച്ചു കൊടുത്ത ലിങ്ക് വർക്ക് ആവുകയുള്ളൂ. അതിനോട് കൂടെ ചേർത്ത് പറയേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ പെയ്ഡ് പ്രൊമോഷൻ ആണെങ്കിൽ അത് നിർബന്ധമായിട്ട് നമ്മളിവിടെ യെസ് കൊടുക്കണേ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിട്ടുപോകാം. ഇപ്പം ഞാനിവിടെ പെയ്ഡ് പ്രൊമോഷൻ അല്ല നോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്പോൺസർഷിപ്പ് അതുപോലെ പെയ്ഡ് ആയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ നിങ്ങൾ പ്രത്യേകം അത് മെൻഷൻ ചെയ്തിരിക്കണം. ഇനി ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്. പക്ഷെ അപ്പുറത്തൊരാൾ ആക്റ്റീവ് കൊളാബറേറ്റർ എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം അവർ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു? ഇതാണ് നമുക്ക് സംശയം. അപ്പം ഞാൻ അയച്ച ജിൻഷ ഷമീം എന്നുള്ള വാട്സപ്പിലേക്ക് ഈ രീതിയിൽ എൻ്റെ ഒരു മെസ്സേജ് ചെന്നിട്ടുണ്ടായിരിക്കും. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് ഇതുപോലൊരു മെസ്സേജ് വന്നാൽ നിങ്ങൾ ഇവിടെയാണ് ഇത് അപ്രൂവ് ചെയ്യാൻ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ജിനീസ് കിച്ചണിൽ ജിൻഷ ഷമീം എന്ന് പറയുന്നവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ വാട്സപ്പിൽ വന്ന മെസ്സേജ് ക്ലിക്ക് ചെയ്തപ്പോൾ ഇതുപോലെ വരുന്നുണ്ട്. അതായത് കൊളാബറേഷൻ്റെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് റീച്ച് കൂട്ടാം, അവർക്ക് അതായത് എനിക്കാണ് ഇതിൻ്റെ ഫുൾ ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താഴെ അക്സെപ്റ്റ് എന്ന് കാണാം. അപ്പം ഈ അക്സെപ്റ്റ് അവർ കൊടുത്തപ്പോഴാണ് നേരത്തെ എനിക്ക് അവിടെ അപ്രൂവ്ഡ് ഗ്രീൻ കാണിച്ചത്. അപ്പം അവരുടെ ഫോണിൽ അപ്രൂവ്ഡ് ഇങ്ങനെ കൊടുത്തു എന്നുള്ളത് കൊണ്ട് അതവിടെ അപ്രൂവ്ഡ് ഗ്രീൻ കളറിൽ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇതുപോലെ നിങ്ങൾക്ക് വരുമ്പോഴാണ് ഇപ്പം കണ്ടോ ആക്റ്റീവ് കൊളാബറേറ്റർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ വരാൻ കാരണം
അവരവിടെ എൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്തു, അക്സെപ്റ്റ് കൊടുത്തു. അതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഷോർട്സ് പബ്ലിക് ആക്കി ഞാനത് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നോക്കൂ, ഇപ്പൊ ഇവിടെ ഇത് പ്ലേ ചെയ്തപ്പോൾ നോക്കൂ, ആ ഒരു ചാനലിന്റെ അവിടെ കൊളാബ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് കാണാം. എൻ്റെ ചാനലും അവരുടെ ചാനലും കൂടി തമ്മിലാണ് ആ ഒരു ഐക്കൺ വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം. അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് കാണാം ഇത് കൊളാബ് വീഡിയോ ആണെന്ന്. ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കൂ, 2 ചാനലും കാണുന്നുണ്ട്. ഞാൻ വേറൊരു ഐഡിയിൽ നിന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ 2 ചാനലും കാണാൻ പറ്റുന്നുണ്ട്. രണ്ടും സബ് ചോദിക്കുന്നുണ്ട്, സബ്സ്ക്രൈബ് ബട്ടൺ അവിടെയുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കൊളാബ് അവർ അക്സെപ്റ്റ് ചെയ്തത് കൊണ്ട് അവർക്ക് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടാനും ഹെൽപ്പ് ആകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ അവരുടെ ഓഡിയൻസിലേക്ക് എത്തുന്നു. മാത്രമല്ല എൻ്റെ ഈ വീഡിയോ ആരൊക്കെ കാണുന്നു, അപ്പോൾ അവരൊക്കെ ഈ കൊളാബ് അക്സെപ്റ്റ് ചെയ്തവരുടെ ചാനൽ സബ് ചെയ്യാനുള്ള സാധ്യതയും കൂടുകയാണ്. അങ്ങനെ 2 പേർക്കും ഇത് കൂടുതൽ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇത് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഷോർട്സിനും ലോങ്ങിനൊക്കെ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചാനലിൽ നിങ്ങൾക്ക് അറിയുന്ന, സൗഹൃദമുള്ള, പരിചയമുള്ള, റിക്വസ്റ്റ് കൊടുക്കാൻ കഴിയുന്ന ചാനലിലൊക്കെ ഇതുപോലെ പരസ്പരം സഹകരിച്ച് നിങ്ങൾ ഈ മറ്റേ കമന്റിലൊക്കെ പറയുന്ന പോലെ ഒരുമിച്ച് മുന്നേറാം എന്ന് പറയുന്നത് പോലെ അത് യാഥാർത്ഥ്യമാകുന്ന ഒരു ഓപ്ഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളതെന്ന് പറയാം. അപ്പം എല്ലാവരും ഇത് ശരിയായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ഒരു വീഡിയോ കൊളാബ് ചെയ്യേണ്ടത്. ഷോർട്സ് വീഡിയോയും ലോങ് വീഡിയോയും എല്ലാം ഈ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ളൊരു ധാരണ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ധൈര്യമായിട്ട് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കൊളാബ് ചെയ്തോളൂ. നിങ്ങളുടെയൊക്കെ ചാനൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഒരു വിലപ്പെട്ട നിർദ്ദേശം എനിക്കുള്ള കമൻ്റായിട്ട് നിങ്ങൾ താഴെ കൊടുക്കുക. അതുമാത്രമല്ല, നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടി അമർത്തുക. നിങ്ങൾക്ക് യൂട്യൂബ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സർവീസ് ആവശ്യമാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.